സൗദിയിൽ ഇപ്പോഴും വനിതകൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല, വിലക്കുണ്ട്. നിയമാനുസൃതമായി വിലക്കുണ്ട്. പക്ഷേ 35 വർഷം മുമ്പ് റാസൽ ഖൈമയിൽ മാനുവൽ കാറിൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ആളാണ് ഡോക്ടർ നസീമ സൈഫുദ്ദീൻ. 1981-ൽ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ചുരുക്കം വനിതകൾ മാത്രമായിരുന്നു ഗൾഫിലെ റോഡുകളിൽ അന്നുണ്ടായിരുന്നത്. ഇപ്പോഴും ഡോക്ടർ നസീമ UAE-യിലെ റോഡുകളിലൂടെ തന്റെ മാനുവൽ കാർ ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില ആളുകൾ നമുക്ക് വലിയ മാതൃക സൃഷ്ടിക്കും. അവർ വെട്ടിത്തെളിച്ച വഴിത്താരയിലൂടെ സഞ്ചരിക്കാനും ആഗ്രഹിക്കും. അത്തരത്തിലുള്ള ആളുകളെയാണ് നാം പിന്തുടരുക. ഫോളോ മീ എന്ന പേരിലാണ് പുതിയ പങ്ക്തി. ഇക്കുറി UAE-യിൽ 36 വർഷം മുൻപ് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ മലയാളിയായ വനിതാ ഡോക്ടറെ പരിചയപ്പെടുത്തുകയാണ് മാതൃഭൂമി ന്യൂസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസാന വർഷത്തിലാണ് നസീമ വിവാഹിതയാകുന്നത്. അബുദാബിയിൽ അക്കൗണ്ടന്റായ വർക്കല സ്വദേശി സൈഫുദ്ദീനായിരുന്നു വരൻ. അധികം വൈകാതെ പഠനാനന്തരം ഭർത്താവിനൊപ്പം ഡോക്ടർ നസീമ സൈഫുദ്ദീൻ ബോംബെയിൽ നിന്നും എയർ ഇന്ത്യയിൽ 1974-ൽ ദുബായിക്ക് പറന്നു. മരുഭൂമിയിലെ വിജനതകൾക്കിടയിൽ ഭർത്താവിന്റെ സുഹൃത്ത് കുടുംബങ്ങളായിരുന്നു ഏക ആശ്വാസം. സ്വകാര്യ ആശുപത്രികളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് ജോലി കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിലേക്ക് അപേക്ഷ നൽകി ജോലി കിട്ടാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരീക്ഷയും പാസ്സാകണം. ഗൾഫിൽ വന്ന് 2 വർഷത്തിനു ശേഷം പരീക്ഷ എഴുതി ഡോക്ടറുടെ ജോലി കിട്ടിയത് 78-ൽ, അതും റാസൽ ഖൈമയിൽ. ആദ്യം ജോലി കിട്ടിയത് റാസൽ ഖൈമയിലാണ്. അപ്പം എൻ്റെ കുട്ടികളൊക്കെ വളരെ ചെറുത്, 1 വയസ്സും 2.5 വയസ്സും മാത്രം, 2 കുട്ടികളുണ്ടായിരുന്നു. ഹസ്ബൻഡ് അന്ന് അബുദാബിയിലായിരുന്നു. അപ്പം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ലൈസൻസ് വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ലൈസൻസ് ട്രൈ ചെയ്തു. അപ്പോൾ എൻ്റെ ഇളയ മോളും കൂടെ ഉണ്ടായി, 3ാമത്തെ മോള്. അവൾക്ക് 1 വയസ്സാകുമ്പോൾ ഞാൻ ലൈസൻസ് എടുത്തു. പരീക്ഷ എഴുതി ജോലിക്കെടുക്കുന്ന സംവിധാനം തുടങ്ങിയ ശേഷമുള്ള 2ാം ബാച്ചിലാണ് കായംകുളത്തുകാരി നസീമ ജോലിക്കാരിയായി പ്രവേശിച്ചത്. അബുദാബിയിൽ ഭർത്താവിനൊപ്പം കഴിഞ്ഞിരുന്ന നസീമ റാസൽ ഖൈമയിലേക്ക് വന്നു. റാസൽ ഖൈമയിലെ ജീവിതത്തിൽ ഏറെ ബുദ്ധിമുട്ടിയത് യാത്രകൾക്കായിരുന്നു. ആശുപത്രിയിലേക്ക് പോകാനും വരാനും നന്നേ ബുദ്ധിമുട്ടി. പൊതുഗതാഗത സംവിധാനങ്ങൾ യാതൊന്നുമില്ലായിരുന്നു. വല്ലപ്പോഴും ഭാഗ്യം കാരണം വീണ് കിട്ടുന്ന ടാക്സികൾ മാത്രമായിരുന്നു ഏക തുണ. അങ്ങനെയാണ് ലൈസൻസ് വേണമെന്ന ആഗ്രഹം ഉള്ളിൽ തോന്നിയത്. നാട്ടിൽ വണ്ടി ഓടിച്ചിട്ടുള്ള പരിചയം മുതൽക്കൂട്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. പുരുഷന്മാർ ഭൂരിഭാഗവും അടക്കിവാണിരുന്ന ഗൾഫിലെ റോഡിൽ വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഭർത്താവ് അന്ന് കൂടെ നിന്നു. പക്ഷേ മറ്റുള്ളവർ മൂക്കത്ത് വിരൽ വെച്ചാണ് ഈ ആഗ്രഹത്തോട് പ്രതികരിച്ചത്. ലൈസൻസ് കിട്ടുന്നതിന് മുൻപേ ഒരു വണ്ടി അങ്ങ് വാങ്ങി. പിന്നെ ലൈസൻസിലേക്കുള്ള ഓട്ടം. ആദ്യത്തെ തവണ പരിഭ്രമം കാരണം ലൈസൻസ് തരമായില്ല. പക്ഷേ ആത്മവിശ്വാസത്തോടെയുള്ള ലൈസൻസിന്റെ കടമ്പകൾ സ്വന്തം പുരയിടത്തിലെ കമ്പിവേലിക്കുള്ളിൽ പഠിച്ചെടുത്ത് വീണ്ടും ശ്രമിച്ചു. അങ്ങനെ 1981-ൽ റാസൽ ഖൈമയിൽ നിന്നും കാർ ഓടിക്കാനുള്ള ലൈസൻസ് സ്വന്തമാക്കി. ഓട്ടോമാറ്റിക് കാറല്ല, ക്ലച്ചും ഗിയറുമുള്ള മാനുവൽ കാർ. ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് പിന്നെ ഈ റിവേഴ്സ് പാർക്കിങ്ങിനുള്ള ഇതൊക്കെ കുറ്റിയൊക്കെ അടിച്ച് ഞാൻ സ്കൂളിൽ പോയി മെഷർമെൻറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഞാൻ തന്നെ ഞങ്ങളുടെ വീട്ടിനടുത്ത് സ്ഥലമുണ്ടല്ലോ അവിടെ തന്നെ ആക്കി എല്ലാം ഞാൻ തന്നെ അവിടെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു 3 months ആയപ്പോഴത്തേക്കിനും ഞാൻ തന്നെ പോയി ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് അങ്ങ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് റോഡിൽ കൂടെ ഓടിക്കാൻ. നക്കിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ റാസൽ ഖൈമ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വരെ ഞാൻ വണ്ടി കൊണ്ടുപോയിരുന്നത് തന്നെ. കൂടെ ആളുമില്ലാതെ ലേണേഴ്സ് ലൈസൻസ് വെച്ചിട്ട് ഞാൻ റോഡിൽ കൂടെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് അവിടെ പോകും. പക്ഷെ ആരും പോലീസൊന്നും ഒന്നും പിടിച്ചിട്ടുമില്ല, വണ്ടി കാണിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ 2ാമത്തെ ടെസ്റ്റിന് പോയി. ആദ്യത്തെ തന്നെ പ്രാവശ്യം തന്നെ അത് പാസ്സായി. അങ്ങനെ ലൈസൻസ് കിട്ടി. ഇത്രയും വർഷത്തിനിടയിൽ ഓടിത്തീർത്ത കിലോമീറ്ററുകൾ ഡോക്ടറുടെ ഓർമ്മയിലില്ല. പക്ഷേ 35 വർഷം മുൻപ് തുടങ്ങിയ UAE-യിലെ കാറോട്ടം യാതൊരു അപകടങ്ങളും നിയമലംഘനങ്ങളും കൂടാതെ മുന്നോട്ടു പോവുകയാണ്. ഇതിനിടയിൽ മികച്ച ഡ്രൈവർക്കുള്ള വൈറ്റ് പോയിന്റുകളും ബഹുമതികളും ഡോക്ടർ നസീമയെ തേടിയെത്തിയിട്ടുണ്ട്. 3 പെൺമക്കളും ഇതിനിടയിൽ ജനിച്ചു വളർന്ന് വിവാഹം കഴിച്ച് മക്കളുമായി.
ഷെറീൻ, ഷെഹനാസ്, ഷെറീനാസ് എന്നിവരാണ് മക്കൾ. ഇവരിൽ ഷെഹനാസ് അമ്മയുടെ പാതയിലൂടെ നടന്ന് ഡോക്ടറായി. എല്ലാവരും ഇവിടെ തന്നെയാണ് താമസവും. അന്നത്തെ കാലത്ത് നസീമ ഡോക്ടറുടെ ഈ സാഹസിക മുന്നേറ്റം നിരവധി പേർക്ക് പ്രചോദനം നൽകി. ആദ്യം വിമർശിക്കുകയും വിമുഖത കാട്ടുകയും ചെയ്തവർ നസീമയുടെ നിർദ്ദേശങ്ങൾ കേട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്തു. അന്നെല്ലാവരും എന്നോട് പറഞ്ഞ് ലൈസൻസ് എടുത്താൽ വണ്ടി ടയർ പഞ്ചറായ എന്ത് ചെയ്യും, അതുകൊണ്ട് റിസ്ക്കാണ് ഇവിടെ വണ്ടി ഓടിക്കേണ്ടതെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ടയർ പഞ്ചറായാൽ ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചാൽ പോലെ. പക്ഷേ ഇതുവരെ അങ്ങനെ സോഫാർ അങ്ങനെ ഒരു ആക്സിഡൻറ്റോ പിന്നെ ടയർ പഞ്ചറായാലും അങ്ങനത്തെ ഒന്നും ഈ 35 ഇയേഴ്സിലും ഒന്നും സംഭവിച്ചിട്ടില്ല. അന്നും ഇപ്പോഴും നമുക്ക് ഏത് രാത്രിയിലും എവിടെയും പോകാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത്. ആരും നമ്മളെ ഒരിക്കലും ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴായാലും ഏത് പാതിരാത്രിയും നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷ. നമ്മുടെ നാട്ടിൽ 7 മണി കഴിഞ്ഞാൽ ആരെങ്കിലും പുറത്തിറങ്ങും? ഇല്ല. ഇവിടെ പക്ഷേ അതല്ല.